ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷെൽഫ് ക്ലീനിങ് വീഡിയോ ആണ്. ഞാൻ കുറേ ആയി ഇങ്ങനെ വിചാരിക്കണം ക്ലീൻ ചെയ്യണം, പക്ഷേ മടി കാരണം ചെയ്യാറില്ല. ഇതിൽ ഞാൻ കുറേ ഗ്രാഫ്റ്റ് ഐറ്റംസ് ആണ് ഇട്ടുകണത്, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ബെഡും വെച്ചിട്ടാണ് ഒക്കെ ചെയ്യണത്. ബെഡും വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ലൈറ്റും കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് അവിടെ നിന്ന് തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രാഫ്റ്റ് ഐറ്റംസ്. ഇത് മാത്രമല്ല ഇനിയും ഉണ്ട്, പക്ഷേ ഈ ഒരു ഷെൽഫിലുള്ളത് കാണിച്ചു തരികയാണ്. അപ്പോൾ പിന്നെ ക്ലീനും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതിൽ പലതും കേടായതൊക്കെ ഉണ്ട്, അതായത് പെയിൻറ്റ് കട്ടായതൊക്കെ ഉണ്ട്. കുറേ ദിവസമായി, ഒരു 1 ഇയർ ഒക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഈ പെയിൻറ്റൊക്കെ തൊട്ടിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച്. പിന്നെ കാലിയായതൊക്കെ ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഗിഫ്റ്റ് ചെയ്തതും പിന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങളും അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കുമല്ലോ, പ്രത്യേകിച്ച് ഈ ഗ്രാഫ്റ്റേഴ്സൊക്കെ. അപ്പോൾ ഞാൻ ഇതെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ നല്ല ക്ലീനാക്കി വെച്ചിക്കണ്. പിന്നെ ഈ ഷെൽഫിൽ ഞാൻ പിരിച്ചിരിക്കുന്നത് കവറാണ്, നല്ലൊരു കവറ്. അപ്പോൾ പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടിയിൽ പിരിച്ചതാണ്. അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്ലൂ ഗണ്ണൊക്കെ കുറേ കാലമായി ഞാൻ ഉപയോഗിക്കണേ, ഏകദേശം 2 ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ലതാണെന്ന് തോന്നിയപ്പോൾ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ. ചിലവർക്കൊന്നും നല്ല ഗ്ലൂ ഗൺ കിട്ടണമെന്നൊന്നുമില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ ഈ ബോക്സിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു മുത്തുകളൊക്കെയാണ് ഇട്ട് വെക്കൽ. അപ്പോൾ അതൊരു ഭാഗത്തേക്ക് വെച്ചിക്കണേ. അപ്പോൾ ഈ കളറ് ഒരാൾ എനിക്ക് തന്നതാണ്. അപ്പോൾ അതിൽ അത്യാവശ്യത്തിനുള്ള കളേഴ്സൊക്കെ ഉണ്ട്, അപ്പോൾ അതും വെച്ചു. പിന്നെ പെൻസിൽ കളറാണ്, അതൊന്നും ഉപയോഗിക്കൽ പോലും ഇല്ല. പിന്നെ ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ പെൻസിൽ പോലെ ഇരിക്കണേ, അത് എനിക്ക് മദ്രസയിൽ പണ്ടൊരു കുട്ടി ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും. പിന്നെ ഉള്ളത് ഈ ചാക്കുനൂലാണ്, അങ്ങനെ അതും വെച്ച്. പിന്നെ ഇങ്ങനെ കുറേ മുത്തുകൾ എടുത്ത് വെക്കും ഞാൻ. ഓരോന്ന് മാലയും ഇതൊക്കെ പൊട്ടുമ്പോൾ ഞാൻ എടുത്ത് വെക്കും. പിന്നെ ഈ മാഷാ അല്ലാഹ് എന്ന് എഴുതിയതൊക്കെ സേവ് ദ ഡേറ്റ് വീഡിയോ, ബർത്ത്ഡേ വീഡിയോ ഒക്കെ ചെയ്യും ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതും ഉണ്ട്. അങ്ങനെ ഒക്കെ സെറ്റാക്കി വെച്ചിക്കണേ. സെറ്റാക്കി വെച്ചിട്ടും എനിക്കൊരു തൃപ്തി വരണില്ല. പിന്നെ ഞാനല്ലേ വെക്കണത്, അപ്പോൾ അതിനനുസരിച്ചുള്ളതേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും പഴയതിനെക്കാട്ടിയും കുറച്ച് നല്ലപോലെ വെക്കാനൊക്കെ പറ്റിയിരിക്കണേ. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ബെഡും വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്, എനിക്കൊരു കംഫർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ നല്ലപോലെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.